എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേഴ്സണൽ ഫിനാൻസിനെക്കുറിച്ചാണ്. അതായത് പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു ബേസിക് ലൈഫ് സ്കിൽ. കേൾക്കുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും നമ്മൾ ഇതിനെ ഒരു സിമ്പിൾ ഗെയിം പ്ലാൻ ആക്കി മാറ്റാൻ പോവാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗെയിം പ്ലാൻ. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ പോകുന്ന 5 കാര്യങ്ങൾ. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് അത്ര നല്ലതല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കും. പിന്നെ വരുമാനത്തിന്റെ 2 തരം, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ലക്ഷ്യം, ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അവസാനം സമ്പത്തുണ്ടാക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ഗെയിം പ്ലാൻ. റെഡിയല്ലേ? അപ്പോ ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് അത്ര നല്ലൊരു ഐഡിയ അല്ല. അതായത് സേഫായി വെക്കുന്ന പണത്തിന്റെ പിന്നിൽ ഒരു മറഞ്ഞിരിക്കുന്ന പ്രശ്നമുണ്ട്. നമ്മളെയൊക്കെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചൊരു കാര്യത്തെ നമുക്കൊന്ന് ചോദ്യം ചെയ്യാം. എന്താല്ലേ? സേവിങ്സ് അക്കൗണ്ടിൽ പൈസ ഇടുന്നത് എപ്പോഴും നല്ലതാണെന്ന് ആ ഒരു വിശ്വാസം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാലേ? നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളെ കൂടുതൽ പാവപ്പെട്ടവനാക്കുകയാണോ? അതെ, നമ്മുടെ പണത്തിന് ഏറ്റവും സേഫ് എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ഥലം എങ്ങനെയാണ് അതിന്റെ ഏറ്റവും വലിയ ശത്രുവാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പിന്നിലെ പ്രധാന വില്ലന്റെ പേരാണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾക്കെല്ലാം കാലം കഴിയുന്തോറും വില കൂടുന്നില്ലേ? അതുതന്നെ സംഭവം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്നൊരു 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ചിപ്സ് കിട്ടുമെന്ന് വെക്കുക. ഒരു 10 വർഷം കഴിയുമ്പോൾ അതേ ചിപ്സിന് ചിലപ്പോൾ 12 രൂപ കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആ 10 രൂപയ്ക്ക് അതിന്റെ വില അല്ലെങ്കിൽ അതിന്റെ പവർ നഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ബാങ്കിൽ വെറുതെ ഇരിക്കുന്ന പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ബാങ്ക് പലിശ തരുന്നില്ലേ എന്ന്. ശരിയാണ്, പക്ഷെ ആ കിട്ടുന്ന ചെറിയ പലിശ ഈ വിലക്കയറ്റത്തെ മറികടക്കാൻ സാധാരണയായി മതിയാവില്ല. അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പണം നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ സേവിങ്സ് കൊണ്ട് മാത്രം കാര്യമില്ലെങ്കിൽ പിന്നെന്താ വഴി? കൂടുതൽ കാശുണ്ടാക്കുക അല്ലേ? ശരിയാണ്. ഇനി നമുക്ക് പണം സമ്പാദിക്കാനുള്ള 2 പ്രധാന വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും. ആദ്യത്തേത് ആക്റ്റീവ് ഇൻകം, അതായത് നമ്മൾ നമ്മുടെ സമയം കൊടുത്ത് പണം നേടുന്നത്. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ, ഒരു ട്രെയിനർ, അല്ലെങ്കിൽ നമ്മളിൽ മിക്കവരും ചെയ്യുന്ന 9 to 5 ജോലി. ജോലിക്ക് പോയില്ലെങ്കിൽ പൈസയില്ല. ഇനി രണ്ടാമത്തേത് പാസീവ് ഇൻകം. ഇവിടെ നമ്മളല്ല, നമ്മുടെ പണമാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും ഈ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സിസ്റ്റമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോ സാധാരണക്കാർ ഈ ആക്റ്റീവ് ഇൻകം എന്ന ഗോവണിയിൽ മാത്രം കയറുമ്പോൾ, സ്മാർട്ടായി ചിന്തിക്കുന്നവർ പാസീവ് ഇൻകം എന്ന രണ്ടാമത്തെ ഗോവണി കൂടി പണിയും. ഈ പാസീവ് ഇൻകം എന്ന രണ്ടാമത്തെ ഗോവണി പണിയുന്നതിലാണ് ഈ കളിയുടെ യഥാർത്ഥ രസം. കാരണം അത് നമ്മളെ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അതെ, ആ ലക്ഷ്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതെന്താ സംഭവം? നിങ്ങളുടെ പാസീവ് ഇൻകം, അതായത് നിങ്ങൾ പ്രത്യേകിച്ച് പണിയെടുക്കാതെ കിട്ടുന്ന വരുമാനം, നിങ്ങളുടെ ജീവിത ചെലവുകൾക്കെല്ലാം തികയുന്നൊരവസ്ഥ. ആ ഒരു പോയിന്റ് എത്തിയാൽ പിന്നെ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഓപ്ഷൻ മാത്രമാണ്, ഒരു ആവശ്യമല്ല. വെറുതെ പണക്കാരനാവുക എന്നതിനേക്കാൾ നമ്മുടെ സമയത്തിന്റെയും ജീവിതത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം കയ്യിലെടുക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. രൺവീർ അലഹബാദിയെ പറഞ്ഞൊരു കാര്യമുണ്ട്. സമ്പന്നർ ലോകം ചുറ്റി സഞ്ചരിക്കുന്നത് അവരുടെ പാസീവ് വരുമാന സ്രോതസ്സുകൾ അവർക്കുവേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന്. ഇത് വളരെ ശരിയായൊരു കാര്യമാണ്. ഇവിടെ സമ്പത്തെന്ന് പറയുന്നത് പണം മാത്രമല്ല, സമയവും സ്വാതന്ത്ര്യവുമാണ്. അപ്പോൾ നമ്മുടെ മിഷൻ എന്തായിരിക്കണം? ഒരു 30-35 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ജോലി ചെയ്യാതെ തന്നെ ചില്ലായി ജീവിക്കാൻ പറ്റുന്ന അത്രയും പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു ക്ലിയർ ടാർഗറ്റാണ്. അപ്പോ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ കളിയുടെ പ്രധാന നിയമങ്ങൾ പഠിക്കണം. അതായത് നമ്മുടെ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന 2 തരം സാധനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതാണ് ആസ്തികളും ബാധ്യതകളും. വളരെ സിമ്പിളാണ്. ബാധ്യതകൾ അഥവാ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ കാലം പോകുന്തോറും വില കുറഞ്ഞുവരുന്ന സാധനങ്ങൾ. അതേസമയം ആസ്തികൾ, അതായത് ആസെറ്റ്സ്, കാലം പോകുന്തോറും വില കൂടി വരുന്നവയാണ്. അപ്പോ നിയമം ഇത്രയുള്ളൂ: ബാധ്യതകൾ നമ്മളെ പാവപ്പെട്ടവരാക്കുന്നു, ആസ്തികൾ നമ്മളെ പണക്കാരാക്കുന്നു. അപ്പോ ഈ സമ്പത്ത് ഉണ്ടാക്കാനുള്ള കളിയിലെ പ്രധാന ദൗത്യമെന്താണ്? പറ്റാവുന്നത്രയും ആസ്തികൾ വാങ്ങിക്കൂട്ടുക, പറ്റാവുന്നത്രയും ബാധ്യതകൾ ഒഴിവാക്കുക. അത്രയുള്ളൂ. ഭാവിയിൽ വില കൂടുന്ന സാധനങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക.
പണ്ടൊക്കെ ആസ്തി എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ തലമുറ ചിന്തിച്ചിരുന്നത് സ്ഥലം, വീട് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. നമുക്കിപ്പോൾ ഒരുപാട് കടലാസ് അസറ്റ്സ് ഉണ്ട്. അതായത് ഷെയറുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ, ബാങ്ക് ബോണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, പിന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് SIPകൾ. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ആസ്തികളാണ്. ഓക്കെ, അപ്പോ കളിയുടെ നിയമങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടത്? എന്താണ് നമ്മുടെ ഗെയിം പ്ലാൻ? പ്രത്യേകിച്ച് നിങ്ങളൊരു 20കളിലോ കരിയറിന്റെ തുടക്കത്തിലോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 4 സ്റ്റെപ്പുകളുള്ള വളരെ സിമ്പിളായ ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത്. 1. നിങ്ങളുടെ ആക്റ്റീവ് ഇൻകം, അതായത് ശമ്പളം, അത് പരമാവധി കൂട്ടാൻ നോക്കുക. 2. നിങ്ങളുടെ ചെലവുകൾ പരമാവധി കുറയ്ക്കുക. 3. ഈ വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസം, അതായത് നിങ്ങളുടെ സമ്പാദ്യം, അത് കണ്ടെത്തുക. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ്, ആ സമ്പാദ്യം മുഴുവൻ നിക്ഷേപിക്കുക. അതായത് ആ പണത്തെ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ വിടുക. അതായത് തുടക്കത്തില് വില കൂടിയ ഡ്രസ്സുകൾ, വലിയ വലിയ വെക്കേഷനുകൾ, മറ്റു ലക്ഷറി സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം? നമ്മൾ സമ്പാദിക്കുന്നതും ചിലവാക്കുന്നതും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് പരമാവധി വലുതാക്കുക. ചെറിയ ചെറിയ സന്തോഷങ്ങളേക്കാൾ ആ വലിയ ലോങ് ടേം ലക്ഷ്യത്തില് ഫോക്കസ് ചെയ്യുക. ഇവിടെ കുറച്ചുകൂടി അഗ്രസീവായ ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 100 രൂപ വരുമാനം കിട്ടിയാൽ അതിൽ 10 രൂപ മാത്രം ചെലവാക്കുക, ബാക്കി 90 രൂപ മെച്ചം പിടിക്കുക. അതിൽ 10 രൂപ ഒരു എമർജൻസിക്കായി സേവിങ്സ് അക്കൗണ്ടിൽ വെക്കാം, പക്ഷെ ബാക്കിയുള്ള 80 രൂപയും ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഭൂരിഭാഗം പണവും വളരാൻ സാധ്യതയുള്ള ആസ്തികളിലേക്ക് മാറ്റണം. അപ്പോ ഇത്രയും പറഞ്ഞത് വെറുമൊരു തിയറിയല്ല, ഇത് നിങ്ങൾക്ക് ഇപ്പോ തന്നെ തുടങ്ങാൻ പറ്റുന്നൊരു പ്ലാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കളി തുടങ്ങിക്കഴിഞ്ഞു. എന്തായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ നീക്കം? ഒന്ന് ആലോചിച്ചു നോക്കൂ.